പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ഫാദർ ജോസഫ് ആറ്റുചാലിനെതിരെയാണ് ഒരു കൂട്ടം അക്രമി സംഘത്തിന്റെ ബൈക്ക് ആക്രമണം ഉണ്ടായത്. കൈക്കും തലയ്ക്കും പരിക്കേറ്റ വൈദികനെ പാലാ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു. പള്ളിയുടെ കോമ്പൗണ്ടിൽ ബൈക്കുകൾ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തി യുവാക്കളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച വൈദികനെയാണ് ഒരു വട്ടം ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും അടുത്ത ബൈക്ക് കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. വൈദികനെ ഇടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം യുവാക്കൾ കടന്നുകളയുകയായിരുന്നു. പള്ളിയിലെ അതിക്രമം മതമൈത്രി തകർക്കുന്ന തീവ്രവാദമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു. കേരളത്തിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യവും മതമൈത്രിയും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച മുസ്ലിം യുവാക്കൾക്കെതിരെ മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം, മനഃപൂർവമായ നരഹത്യാശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വൈദികനെതിരെയുള്ള ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി കാസ അറിയിച്ചു. ഒരു വിഭാഗത്തു നിന്നും പുരോഹിതന്മാരെ ആക്രമിക്കുന്ന പ്രവണതകൾ ശക്തിപ്പെടുന്നതിനാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് എക്ലേഷ്യ യുണൈറ്റഡ് ഫോറം ചെയർമാൻ ഫാദർ ജോൺസൺ തേക്കടയിൽ ആവശ്യപ്പെട്ടു.